Happy 27th anniversary to Pastor Damien Anthony and Sister Kshama Damien. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് ഇന്ന് ഉണങ്ങിയിരിക്കുന്ന പലതിനെയൊക്കെ ഇന്ന് കർത്താവ് തളിർപ്പിക്കുന്ന ഒരു ദിവസമാണ്. എത്ര പേര് ആമേൻ പറയുന്നത്? ഞാൻ ആദ്യം തന്നെ ഒരു പ്രൊഫറ്റിക് ആയിട്ടാണ് വരുന്നത്. ഉണങ്ങിയിരിക്കുന്ന പലതിനെയൊക്കെ കർത്താവ് ഇന്ന് തളിർപ്പിക്കാൻ പോവുകയാണ്. എന്തോ കർത്താവ് എന്നോട് അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാമൊക്കെയോ മേഖലകളിൽ ഉണങ്ങിപ്പോയി, വരണ്ടുപോയി, തീർന്നുപോയി, അവസാനിച്ചു പോയി, അല്ലെങ്കിൽ വെട്ടി മാറ്റപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അവിടെ ഒരു തളിർപ്പ് തുടങ്ങുകയാണ്. അവിടെ ഒരു മാറ്റം വരാൻ പോകുകയാണ്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു തളിർപ്പ്. അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? ആ കുറ്റി വലിയ ഇശായി എന്ന് പറയുന്ന ആ മരത്തിൻ്റെ വലിയ കാര്യമുള്ളൊരു ഇതായിരുന്നില്ല. ആ ഗോത്രം വലിയ കാര്യമുള്ള ഗോത്രമായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞ ഒരു ഗോത്രമായിരുന്നു. പക്ഷെ ആ കുറ്റിയിൽ നിന്ന് ഒരു മുള അത് എഴുന്നേൽക്കുകയാണ്. ആ മുളയിൽ നിന്നാണ് ശക്തമായിട്ടുള്ള ഒരു വടവൃക്ഷം പോലുള്ള ഒരു വൃക്ഷം പോലെ ദൈവരാജ്യം പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇതുപോലെ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് കർത്താവ് ഒരു മുള കർത്താവ് ചെയ്യാൻ പോകുകയാണ്. തളിർപ്പ് കർത്താവ് ചെയ്യാനായിട്ട് പോകുകയാണ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ സ്പോൺസർ നമുക്കുള്ളത് ഇന്നൊരു കീ സ്പോൺസറാണ്. കുവൈറ്റിൽ നിന്ന് ലിജിനി ചെറിയാനാണ്. താങ്ക് യു സിസ്റ്റർ ലിജിനി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലിജിനിക്ക് അതിനിടയിൽ കുവൈറ്റിൽ നഴ്സിംഗ് ലൈസൻസ് ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലിജിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു നല്ല ഭവനം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ. ദൈവത്തിൻ്റെ പദ്ധതികളെ അങ്ങ് വെളിപ്പെടുത്തണമേ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ ഹാപ്പി ഹോംസിൻ്റെ കോൺഫറൻസ് നടക്കുകയാണ്. ഇത് രാവിലെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വൈകുന്നേരം മിക്കവാറും ഒരു 3:30-4 മണി വരെ ആയിരിക്കും ആ മീറ്റിംഗ് ഉള്ളത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. Enter into God's rest. ദൈവം നൽകുന്നൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ഒത്തിരി പേർക്കും സ്വസ്ഥതയില്ല. അതുകൊണ്ടാണ് പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കർത്താവിൻ്റെ സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ റെസ്റ്റിലേക്ക് വരേണ്ടതിന് ആവശ്യമുള്ള രീതിയിലുള്ള വചന ശുശ്രൂഷയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഇത് ലോഡിങ് അൺലോഡിങ്കാർക്ക് വേണ്ടിയിട്ടുള്ള വചനമാണെന്നാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ജീവിത ക്ലേശങ്ങളിൽ, ജീവിതഭാരങ്ങളിൽ, കടഭാരങ്ങളിൽ സ്വസ്ഥതയില്ലാതെ അതിഭയങ്കരമായ ഹെവി ബേർഡനോടുകൂടെ ജീവിക്കുന്ന സകല മനുഷ്യകുലത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ, യേശു കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് നമ്മൾ ഈ കേട്ടത്. ആ വാഗ്ദാനം അനുസരിച്ച് എത്ര പേർ സ്വസ്ഥത സ്വീകരിക്കാറുണ്ട്? നിങ്ങൾ ഇതുവരെ ആ ഒരു പീസ്ഫുൾനെസ്സിലേക്ക് ജീവിതം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത്, യു നീഡ് ടു ഡു ഇറ്റ് ടുഡേ. ഇന്ന് തന്നെ അത് നടക്കണം. നമ്മൾ പല കാര്യങ്ങൾ ഈ ഓരോ ദിവസങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ പലതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ നമുക്കങ്ങ് പോകാം. അതിൽ ഇന്നലെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, 30 ലക്ഷത്തോളം പേർ വരുന്ന ഇസ്രായേൽ മക്കൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഭക്ഷണം കൊടുത്ത് ദൈവം നേരിട്ട് ഹോം ഡെലിവറി സിസ്റ്റം നടത്തി. അത്രയും പേരെ പോറ്റിയിട്ട് കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, പണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ദൈവജനത്തെ ഇത്രയും വർഷങ്ങൾ ഞാൻ തന്നെ നേരിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടത്തിയെങ്കിൽ നിന്നെ നടത്താനും ഞാൻ ശക്തനാണ്. അപ്പം അന്ന് ഇങ്ങനെയാണെന്നിരിക്കട്ടെ, കുറേയധികം ട്രക്കുകളിലാണ് ഈ ഭക്ഷണം വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് സ്റ്റോറിൽ അത് വന്ന് ശേഖരിച്ച് വെച്ചിട്ട് എല്ലാവരും അവിടെ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഈ 30 ലക്ഷം പേര് ക്യൂ നിന്ന് എപ്പോൾ കിട്ടും? നമ്മുടെ കയ്യിൽ എപ്പോൾ കിട്ടും? ഓരോ കുടുംബത്തിനും. ഇവിടെ ഈ കൊറോണ ഭയങ്കരമായി വന്ന സമയത്ത് കിറ്റ് കൊടുത്ത ഓർമ്മയുണ്ട്.
അപ്പോൾ റേഷൻ കടകളിലൂടെ പല നിയമങ്ങളൊക്കെ വന്നു. ഇന്ന ഏത് കളറിലെ കാർഡായാലും കിട്ടിക്കോളും, പിന്നെ ഇന്ന റേഷൻ കട എന്നില്ല, എവിടെ പോയാലും കിട്ടിക്കോളും. ഇതെല്ലാം പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് കിട്ടിയില്ല, പല കാരണങ്ങളാൽ. ചിലരിൽ ആധാർ കാർഡില്ലെന്നോ അതില്ലെന്നോ വന്ന് താമസിക്കുക, പലർക്കും കിട്ടിയില്ല. എന്നാലും ഇതല്ല. ആധാർ കാർഡ്, റേഷൻ കാർഡ്, BPL APL ഇതൊന്നുമില്ല. എല്ലാവരുടെയും ഡോർ സ്റ്റെപ്പിൻ്റെ മുമ്പിൽ ആ ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം ദൈവം കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു. എപ്പോൾ? അവർ ഉറങ്ങുമ്പോൾ. അവർ തൂമ്പെടുത്ത് കിളച്ചപ്പോഴല്ല, അവർ സോഫ്റ്റ്വെയറിൻ്റെ ഇതിലിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് എന്തെങ്കിലും ചെയ്തപ്പോഴല്ല, കഠിനമായി അധ്വാനിച്ചപ്പോഴല്ല, ഓവർ ടൈം നിന്നപ്പോഴല്ല, ഉറങ്ങിയപ്പോൾ. എന്താണ് ഇതിലെ തത്വം? നമ്മുടെ അകത്ത് റെസ്റ്റ് ചെയ്യാമെങ്കിൽ, അകത്ത് കർത്താവിൽ ആശ്രയിച്ച് സ്വസ്ഥതയോടെ ഇരിക്കാമെങ്കിൽ, യെശയ്യാവിൻ്റെ പുസ്തകം 26:3, 2-3 കഴിഞ്ഞ ദിവസമൊക്കെ ഞാനെടുത്ത് പല പ്രാവശ്യമാണ്. സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയിക്കുകയാൽ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്ഥിരതയോടെ ഹൃദയം സ്ഥിരമാക്കി യേശുവിനെ അനുഗമിച്ചാൽ നടത്തും. ഈ യേശുവിൻ്റെ കാലത്ത് ഇതുപോലെ കർത്താവും അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് എല്ലാവർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവാണ്, മോശയല്ല, എൻ്റെ പിതാവാണ് മന്ന തന്നത്. മോശയ്ക്ക് അതിൽ പങ്കൊന്നുമില്ല. മോശ ഉറക്കുമായിരുന്നു. മോശയും കുടുംബവും അഹരോനും കുടുംബവും എല്ലാവരും ഉറക്കത്തില്ല. ആ സമയത്താണ് ഈ ഭക്ഷണം വരുന്നത്. വൈകിട്ടാകുമ്പോഴേക്കും അവർക്ക് നോൺ വെജ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി ഇവിടെ. ഞങ്ങൾക്ക് കുറേ നാളായി നോൺ വെജ് കഴിച്ചിട്ട്. കർത്താവ് പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾ പെറുപിറുക്കാതിരിക്കും, ഞാൻ എത്തിച്ചു തരാം. കാടപ്പക്ഷികൾ കോടിക്കണക്കിന് ആ ദിവസങ്ങളിൽ അവരുടെ ടെൻറ്റുകളിൽ വന്ന് നിന്നുകൊടുത്തു, ഞങ്ങളെ കൊന്നു തിന്നോ എന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മെ സമയത്ത് നേരെ ചൊവ്വേ നടത്താൻ അറിയാം. ഇന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി പറയുന്നു, എങ്ങനെ ഞാൻ ജീവിക്കും? ജോലിയില്ലല്ലോ, എത്ര നാളായ ജോലി ഉണ്ടായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് പൈസ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഉള്ള തിളച്ച എണ്ണ പോലെ കലങ്ങി മറിയുന്ന ആരൊക്കെയോ ഇതിൽ കാണുന്നുണ്ട്. എങ്ങനെ ജീവിക്കും? എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും? കർത്താവിൽ ഹൃദയം സ്വസ്ഥമാക്കി വിശ്രമിച്ചാൽ കർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോഴായാലും തന്നിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മറന്നുപോയിട്ടില്ല. ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കാത്തതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കില്ല. നിങ്ങളില്ലായ്മയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. കർത്താവ് നിങ്ങൾക്ക് മാറ്റം തരും. ഓക്കെ, ഇനി അടുത്ത ഒന്നിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നമ്മൾ. വെൻ മാൻ വർക്ക്സ് ഗോഡ് റെസ്റ്റ്. വെൻ മാൻ റെസ്റ്റ് ഗോഡ് വർക്ക്സ്. ഇതാണ് പ്രിൻസിപ്പിൾ. മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ദൈവം വിശ്രമിക്കും. മനുഷ്യൻ വിശ്രമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഇതാണ് പലതിലും കണ്ടത്. അബ്രഹാമിൻ്റെ കാര്യത്തിൽ കണ്ടു. ഈ ആദമിനൊരു ഭാര്യ വേണമായിരുന്നു. ഉടൻ തന്നെ ദൈവം അവനോട് ഉറങ്ങാൻ പറഞ്ഞു. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആളെ കൊണ്ടുവന്ന് കൊടുത്തു. കർത്താവ് പറഞ്ഞു, നീ മാട്രിമോണിയിൽ നിന്ന് ഇടാനൊന്നും പോകുന്നും വേണ്ട, നിനക്കുള്ളത് ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, വേറൊരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം ഈ സമയത്ത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നു ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2ഉം മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുക കൊണ്ട്
എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദീ മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഇവിടെ ഗെനേസരത്ത് എന്ന് പറയുന്ന തടാകത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് 2 ബോട്ടുകൾ കാണും. അവിടെ ആ ഫിഷർമെൻ, അതിലുള്ള മീൻപിടുത്തക്കാർ അവരുടെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വല കഴുകുന്നത് എപ്പോഴാണ്? അന്നത്തെ ജോലി തീർന്നു കഴിയുമ്പോഴാണ്. അതിൽ ഒന്നിലേക്ക് യേശു കയറി നിൽക്കുന്നു. അതാണ് നമ്മളവിടെ ആ ഭാഗത്ത് കാണുന്നത്. അതാരായിരുന്നു? ആരുടെ വഞ്ചിയായിരുന്നു? ശിമോൻ്റെ വഞ്ചിയിലേക്ക്. പിന്നീട് പത്രോസ് അപ്പസ്തോലനായി തീർന്ന ശിമോൻ്റെ വഞ്ചിയിൽ യേശു കയറുന്നു. യേശു അദ്ദേഹത്തോട് പറയുന്നു, അല്പം കൂടെ ഈ കരയിൽ നിന്ന് നീക്കി നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ വഞ്ചിയിലിരുന്നുകൊണ്ട് ജനങ്ങളെ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി. ഓർക്കണം, ഇത് കാലി വഞ്ചിയാണ്. അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. തലരാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ കാലി വഞ്ചിയായി ഒരുപക്ഷെ അന്ന് പട്ടിണിയോ അർദ്ധപട്ടിണിയോ ആയിരിക്കും. ആ ഒരു പരുവത്തിലിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക്, വഞ്ചിയിലേക്ക് എന്ന് പറയുമ്പോൾ അയാളുടെ ലൈഫിലേക്ക് യേശു കയറുന്നു. അവിടെ നിന്നുകൊണ്ട് വചനം പറയുന്നു. ഇതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം ഒന്ന് ശൂന്യമാണോ? വീട്ടിൽ ഒന്നുമില്ല. ഞാൻ ചില വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർക്കങ്ങ് ആകെ വിഷമമാണ്. ബ്രദറെ, ഒന്നിട്ട് തരാനൊരു കസേര പോലും ഇല്ല. അങ്ങനെയുള്ള ചില വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പായ് വിരിച്ച് താഴെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ ഒരു കസേര തരാൻ ആ വീട്ടിലില്ല. അതുപോലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേർണിച്ചറുകളില്ല, അടുക്കള കാലി, ഫ്രിഡ്ജ് കാലിയും ഫ്രിഡ്ജില്ല, ബാങ്ക് അക്കൗണ്ട് കാലിയും ബാങ്ക് അക്കൗണ്ടും പലർക്കും ഇല്ല, പോക്കറ്റ് കാലി, അരിപ്പാട്ട പാത്രം കാലി, ചട്ടികലങ്ങളെല്ലാം കാലി, ജീവിതം മുഴുവൻ കാലി, ശൂന്യം, എം ടി പോക്കറ്റ്, എം ടി പേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള പലരും ഉണ്ട്. യേശു ഇവിടെ ചെയ്യുന്നത് അതിലേക്ക്, ആ കാലിയായി കിടക്കുന്ന അനുഭവത്തിലേക്ക് യേശു കയറുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളാം. കാലിയായ ശൂന്യമായ ഒന്നിലേക്ക് യേശു പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? ഉടൻ തന്നെ തുടർന്നുള്ളത് വായിച്ചു നോക്കണം. 4-ാമത്തെ വചനം എത്തുമ്പോൾ അവിടെ പറയുന്നത്, ശിമോനോട്, അതായത് വഞ്ചിക്കാരനോട് യേശു പറയുകയാണ്, ലോഞ്ച് ഔട്ട് ഇൻ ടു ദ ഡീപ്പ്, ലെറ്റ് ഡൗൺ യുവർ നെറ്റ്സ് ഫോർ എ ക്യാച്ച്. ആഴത്തിലേക്ക് വല ഇറക്കുക, എന്നിട്ട് മീൻ പിടിച്ചോളാൻ പറഞ്ഞു. ആഴത്തിലോട്ട് വല ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ശിമോൻ്റെ പ്രതികരണം ഇവിടെ വരുന്നുണ്ട്. മാസ്റ്റർ, we have toiled all night and caught nothing. Nevertheless, at your word, I will let down the net. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ പരിസരത്തെങ്ങും ഒരു മീൻ പോലും ഇല്ല. ഈ ഭാഗത്ത് മീനേ ഇല്ല. പക്ഷേ നീ പറഞ്ഞതുകൊണ്ട്, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അനുസരിച്ചില്ലെങ്കിൽ നാണക്കേട, അതുകൊണ്ട് ഞാനങ്ങ് വലയിറക്കിയേക്കാം. 6-ാം വചനത്തിൽ, and when they had done this, they caught a great number of fish and their net was breaking. പറഞ്ഞതുകൊണ്ട് ചെയ്യാം. ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പറയുന്നത് എ ഗ്രേറ്റ് നമ്പർ പറയാനില്ല. 500-എന്നോ 700-എന്നോ 800-എന്നോ ഒന്നും പറയാനില്ല. എ ഗ്രേറ്റ് നമ്പർ. ദൈവജനത്തിൽ ഗ്രേറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് സംഭവം തന്നെയാണ്. ഭയങ്കരമായ മീൻപിടുത്തമുണ്ടായി. ഇത് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ ഡൽഹിയിൽ, അദ്ദേഹം ജോലിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട്, എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് പൂർണ്ണമായും വേഡിങ് അങ്ങനെ തന്നെ ആകണമെന്നില്ല, ഒന്ന് കിഴക്കോട്ട് സഞ്ചരിക്കാൻ പറഞ്ഞു. കൂടാതെ കാസ്റ്റ് യുവർ നെറ്റ് ഇൻ ടു ദ ഡീപ്പ് എന്നൊരു ദൈവശബ്ദം അദ്ദേഹത്തിൽ ഉടക്കി. ആഴത്തിലേക്ക് വലയിറക്കുക, കിഴക്കൻ ഭാഗങ്ങളിലേക്ക് പോകുക. അപ്പോൾ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണ്, ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം യാത്രയായി. നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അദ്ദേഹമാണ്. ദൈവശബ്ദം കേട്ട് പോകുന്നു.
സംഭവിക്കുന്നത് അവിടെ ആരംഭിച്ച കൊച്ചു ഒരു മുറിയിൽ കുറേശ്ശെയായി ആരംഭിച്ച പ്രാർത്ഥനയിൽ ജനങ്ങൾ വർദ്ധിച്ച് അത് 100 200 500 1000 10,000 അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. അത് പിന്നെ സ്പ്രെഡാകുന്നു, ആഗ്രാഭാഗങ്ങളിലേക്ക് വരുന്നു, പല പല കുഗ്രാമങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേർ കർത്താവിനെ അറിയുവാൻ ഒറ്റ വാക്ക് കർത്താവ് പറഞ്ഞത്, ആഴത്തിലേക്ക് വലയിറക്കുക. അപ്പോൾ ഈ സാധാരണ മീൻ പിടിക്കുന്ന അയലയോ ചാളയോ കട്ലയോ നെയ്മീനോ ഒക്കെ പിടിക്കുന്ന വല നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ഈ മീൻ കാണിക്കുന്നത് ആത്മാക്കളെ കൂടിയാണ്, മനുഷ്യരെ കൂടിയാണ്. അത് പിന്നീട് അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇന്ന് ഞാനിത് പറയുമ്പോൾ ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷകരോടൊക്കെ കൂടെയുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ശാന്തമായിട്ടും വളരെ സ്ലോ ആയിട്ടൊക്കെ ഞാൻ പറയുന്നതെങ്കിലും ഇതിൽ ശക്തിയേറിയ ചില സന്ദേശങ്ങൾ ശുശ്രൂഷകരോടുണ്ട്. കർത്താവ് പറയുകയാണ്, ആഴത്തിലേക്ക്, എല്ലാവരും ഒന്ന് പറഞ്ഞ ആഴത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജനസാന്ദ്രതയുള്ള പല സ്ഥലങ്ങളിലും, പല കോളനികളിൽ, റെസിഡൻഷ്യൽ കോളനികളിൽ അതിൻ്റെ അകത്തോട്ട് നീ വലയിറക്കുക, അതിൻ്റെ അകത്തോട്ട് നീ പ്രവേശിക്കുക, അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുക. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവ് പല കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം 6-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത്, ആൻഡ് when they had done this they caught a great number of fish and their net was breaking. മീൻ കൂട്ടം പെരുകിയിട്ട് വല തന്നെ പൊട്ടിക്കീറുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കും. അത് തന്നെ കീറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 7 they signaled to their partners in the other boat to come and help them. മറ്റുള്ളവരെ കൂടെ മാടി വിളിക്കാൻ തുടങ്ങി. അതായത് ആ ഭാഗത്ത് ഇതുപോലെ തന്നെ രാത്രി മുഴുവൻ ഫിഷിങ്ങിന് പോയിട്ട് ഒന്നും കിട്ടാതെ പട്ടിണിയിലേക്ക് പോകുന്ന കുടുംബങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഈ ശിമോൻ പത്രോസിൻ്റെ വഞ്ചിയിൽ യേശു കയറി. ഈ ഒരു മിറക്കിൾ നടന്ന സമയത്ത് അതിൻ്റെ അനുഗ്രഹം കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് അറിയാമോ? ചുറ്റും അതുപോലെ പട്ടിണിക്കാരായ സകല കുടുംബങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറി. ഞാനിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പേഴ്സിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒതുങ്ങി നിൽക്കുകയില്ല. പകരം ചുറ്റുമുള്ള അനേകർക്ക് അതൊരനുഗ്രഹമായി മാറും. ഹലോ ചുറ്റുമുള്ള അനേകർക്ക് അതൊരനുഗ്രഹമായി മാറുകയാണ്. വിശ്വസിക്കണം. ചുറ്റുമുള്ള അനേകർക്ക് നിങ്ങളൊരനുഗ്രഹമാകും. കാരണം നിങ്ങളുടെ വഞ്ചി, നിങ്ങളുടെ ബോട്ട് നിറഞ്ഞ് അതിൽ നിന്നും മറ്റ് ബോട്ടുകളിലേക്ക് പകർച്ച കൊടുക്കുന്ന രീതിയിലുള്ളൊരു അനുഗ്രഹം. ഇന്ന് ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ആഴത്തിലങ്ങ് വിശ്വസിക്കാമെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിശ്വാസം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ ബിസിനസ് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവരെ അനേകരെ സപ്പോർട്ട് ചെയ്യാവുന്ന, മറ്റുള്ളവർക്കൊരു ജീവിതം കൊടുക്കാവുന്ന, മറ്റുള്ളവരുടെ പട്ടിണി മാറ്റുന്ന ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂഷനോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പല 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 കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് പുറത്തേക്ക് വരും. വിശ്വസിക്കാമെങ്കിൽ ഒരു ഹല്ലേലൂയ ഇരുന്ന ഇരിപ്പിൽ പറ. നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ഒക്കെ ഒന്ന് എഴുതിയിടാം, ലൈവ് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്ത് എഴുതിയിടുക. ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ പകർച്ച ഞാൻ അനേകർക്ക് കൊടുക്കും. അത് കണ്ടുകൊണ്ട് എഴുതുക. പത്രോസിൻ്റെ വഞ്ചി മുഴുവൻ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ബാക്കിയുള്ളതെല്ലാം കൂടി അന്ന് കടലിലേക്ക് ഇട്ടേക്കാം, എനിക്ക് ഏതായാലും ഇത് അനുഭവിക്കാൻ സാധ്യമല്ല, ഇതാരും അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുശുമ്പോടെ അസൂയയോടെ പത്രോസ് പെരുമാറുകയല്ല ചെയ്തത്. പകരം ബാക്കിയുള്ളവരെല്ലാം അവർ മാടി വിളിച്ചു, നിറച്ചോളാൻ പറഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, ഉറക്കമിളച്ച് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ
യേശു അതിനകത്ത് കയറി ആഴത്തിലേക്ക് വല ഇറക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും ആയുസ്സിൽ അന്ന് വരെയുള്ള അവരുടെ മീൻപിടുത്ത ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ പരിചയസമ്പത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഗ്രേറ്റ് ക്യാച്ച് യേശു അവർക്ക് കൊടുത്തെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് വരെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത വലിയ ബ്രേക്ക് ത്രൂസ്, ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത വലിയ ലാഭങ്ങൾ, ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത സമൃദ്ധി, ഇന്ന് വരെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത വർധനവ്, ഒരു ഓവർഫ്ലോയിങ് രീതിയിലുള്ള വർധനവ് ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. 7-ാമത്തെ വചനത്തിൽ, സോ ദേ സിഗ്നൽഡ് ടു their partners in the other boat to come and help them. അപ്പോൾ സഹായത്തിന് വേണ്ടിയിട്ട് മറ്റു പടകുകളെ വിളിക്കുകയാണ്. And they came and filled both the boats so that they began to sink. ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് കാണാമോ? മുങ്ങിത്താഴുന്ന രീതിയിലുള്ള അനുഗ്രഹം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വഞ്ചി മുങ്ങിപ്പോകുമോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹം. ഞാൻ വ്യക്തതയോടെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു പിശുക്കനല്ല. എഴുതി ലൈവ് ചാറ്റിലിട്, എല്ലാവരും ടൈപ്പ് ചെയ്യും, യേശു പിശുക്കനല്ല. കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ വേണമെങ്കിൽ പറയാം, എൻ്റെ യേശു പിശുക്കനല്ല, അല്ലെങ്കിൽ എൻ്റെ ദൈവം പിശുക്കനല്ല. അവൻ ധാരാളമായി നൽകുന്നവനാണ്. യേശു പോയിരുന്ന സമയത്ത്, യേശു ഏതെല്ലാം വീടുകളിൽ പോയോ, എവിടെയൊക്കെ മീറ്റിംഗ് നടത്തിയോ, എവിടെയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തോ, അവിടെയെല്ലാം സംഭവിച്ചത് ആവശ്യത്തിലധികമായൊരു സപ്ലൈ ഉണ്ടായി. കാനാവിലെ വീട്ടിൽ അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. യേശു വെള്ളം വീഞ്ഞാക്കിയ സമയത്ത് ആവശ്യത്തിലധികമായി സപ്ലൈ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും നിറച്ചൊഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതും സൂപ്പർ, ഏറ്റവും നല്ലത്. എൻ്റെ വിചാരം ഇങ്ങനെയാണ്, ആ നാട്ടിൽ കാനാവിൽ അന്ന് ക്ഷണിക്കപ്പെട്ടിരുന്ന ആ കല്യാണത്തിന് വന്നിരുന്ന അവരാരും അവരുടെ ആയുസ്സിൽ ഇതുപോലെ രുചികരമായ വീഞ്ഞ് അവരാരും കുടിച്ചിട്ടില്ല. അതിനുശേഷം കുടിച്ചു കാണില്ല. കാരണം ഇത് ദൈവപുത്രൻ ഉണ്ടാക്കിയ വീഞ്ഞാണ്. വെള്ളം വീഞ്ഞാക്കിയപ്പോൾ കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം അവിടെ വീഞ്ഞ് തീർന്നു പോയെന്നോ, ഒരുപക്ഷെ ഈ മിറക്കിൾ വീഞ്ഞ് എൻ്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, മിറക്കിൾ വൈൻ കുടിക്കാൻ ഒരുപക്ഷെ അതിനു മുമ്പൊക്കെ ഭക്ഷണം കഴിച്ച് പോയവർ തിരിച്ചു വന്ന് കാണും. അല്ലെങ്കിൽ നാട്ടിലുള്ളവർ, ക്ഷണിക്കപ്പെടാത്തവർ പോലും ചിലപ്പോൾ തിരിച്ച് വന്നിട്ട്, ഞങ്ങൾക്ക് ആ മിറക്കിൾ വൈനൊന്ന് ഒരു അല്പം ഗ്ലാസ്സിൽ തരാമോ, ഞങ്ങൾക്ക് ആ മിറക്കിൾ വൈനൊന്ന് കാണണമെന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്, വെള്ളം വീഞ്ഞായത് ഒന്ന് കാണണമെന്നുണ്ട്, ടേസ്റ്റ് ചെയ്യണം. ഒത്തിരി പേര് ചിലപ്പോൾ വീണ്ടും വിസിറ്റേഴ്സായി വന്ന് കാണും, ക്ഷണിക്കപ്പെടാത്തവർ വന്ന് കാണും. പക്ഷേ അവിടെ വീഞ്ഞ് പിന്നെ തീർന്നു പോയില്ല. പറഞ്ഞു എല്ലാവരും, വീഞ്ഞ് പിന്നെ തീർന്നു പോയില്ല. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഒരിക്കൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിനക്ക് ക്ഷയിച്ചു പോവില്ല. പിന്നെ പേഴ്സ് കാലിയാവില്ല, പിന്നെ ബാങ്ക് അക്കൗണ്ട് കാലിയാവില്ല. എന്നും ആ നിറവ് എപ്പോഴും ഉണ്ടായിരിക്കും. പണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു പ്രവാചകൻ മരിച്ചുപോയി, പ്രവാചക ശിഷ്യൻ്റെ വിധവ ജാറിലൊരല്പം എണ്ണ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനൊരു വർധനമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വർദ്ധിച്ച് പാത്രങ്ങൾ ചുറ്റുപാടുകളിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ എണ്ണ നിൽക്കുന്നില്ല. ദൈവം ഒരു ഉറവ് തുറന്നാൽ പിന്നെ അത് നിൽക്കില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ചിലരെയൊക്കെ നോക്കി, അതിൽ ചില ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ഏകദേശം ഒരു 60-68 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവരോടും ഞാൻ ഈ സമയത്ത് പറയുകയാണ്, ദൈവം നിനക്ക് സാമ്പത്തികമായ ചില ഉറവകൾ തുറന്നു തരാൻ പോകുകയാണ്. അത് കർത്താവായി തുറക്കുന്നത് കൊണ്ട് ആർക്കും അത് മണ്ണിട്ട് മൂടാൻ സാധ്യമല്ല. ഒരിക്കലും അത് നിന്നു പോയില്ല. നിൻ്റെ ആയുസ് മുഴുവൻ ചിലപ്പോൾ മക്കളുടെ ആയുസ്സിലേക്ക് കൂടെ അത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലൊരു അനുഗ്രഹം, സാമ്പത്തിക വിടുതൽ കർത്താവ് തരും. ഈ സാമ്പത്തിക വർഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ബൈബിളിൽ കാണുന്നതാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഈ വഞ്ചി പോലും മുങ്ങാറാകുന്ന രീതിയിലാണ് അനുഗ്രഹം വന്നിരിക്കുന്നത്. 8, when Simon Peter saw it, he fell down at Jesus' knees
and said, "Depart from me, for I am a sinful man, O Lord." പത്രോസ് ഇത് കണ്ടപ്പോൾ പിന്നെ ഈ യേശുവിനെ അങ്ങ് വെള്ളത്തിലോട്ട് തള്ളിയിട്ട് ഈ വള്ളം എങ്ങനെയെങ്കിലും കരക്കടിപ്പിച്ച് ഇതെങ്ങനെയെങ്കിലും വിറ്റ്, ഈ കാശ്, ഇത്രയും കാശ് എങ്ങനെയെങ്കിലും ഇത് കുറേ FD ആക്കണം, പിന്നെ കുറേ ഇതാക്കണം, പിന്നെ കുറേ അതാക്കണം, ഇതൊന്നുമല്ല അവൻ ചിന്തിച്ചത്. അവൻ നേരെ അങ്ങ് കർത്താവിൻ്റെ മുമ്പിലോട്ട് ചെന്ന് മുട്ടയിലങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, "കർത്താവേ, ഞാൻ പാപി, എന്നെ വിട്ടു പോകണമേ." He was broken. It was an overwhelming miracle. ഞാൻ ചിലരെ നോക്കി പറയുകയാണ്, ചിലരൊക്കെ ഇങ്ങനെ എങ്ങനെ എൻ്റെ മലയാളം പറയൊരു ഓവർവെൽമിങ് മിറക്കിൾ, അമ്പരന്ന് പോകുന്ന, അന്താളിച്ചു പോകുന്ന, എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ പോലും അറിയാത്ത രീതിയിൽ ഉള്ള ചില അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, വീട്ടിൽ കർത്താവ് ചെയ്യും. പിന്നെ ഈ ബൈബിളിൽ ഈ പ്രസംഗരൊക്കെ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി ചിലതൊക്കെ പറയും. നിങ്ങൾക്കത് ഉണ്ടാകാൻ പോകുന്നില്ല, ഉറപ്പ്. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കതില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ പോലെ, അയ്യോ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യും, ഒരു സാധ്യതയുമില്ല, സ്വന്തം വീട് പോലുമില്ല, ആ പരുവത്തിലിരിക്കുമ്പോഴായിരിക്കും ഇത് പറയുന്നത്. പക്ഷേ നിഷ്കളങ്കതയോടെ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. ഞാൻ ഇവിടെ പറയാൻ വന്നത്, പത്രോസിൻ്റെ ഫോക്കസ് പിന്നെ വഞ്ചിയിലല്ല, വലയിലല്ല, മീനിലുമല്ല, ഈ ക്യാച്ചിലല്ല. തൻ്റെ ബിസിനസ് ഇത്രയും പ്രോസ്പറായി ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ബിസിനസ് വളർച്ച എത്ര ശതമാനമാണ് അതിൻ്റെ ഗ്രാഫ് പൊങ്ങിയത്? 0-ൽ നിന്നല്ല, ഒരുപക്ഷെ മൈനസിൽ നിന്നൊരൊറ്റ ഗ്രാഫ് അങ്ങ് പൊങ്ങിയ സമയത്ത് ഒരിക്കലും പത്രോസ് ഒരിക്കലും ആ സമയത്ത് അതിൻ്റെ മാസ്മരികതയിൽ, ബിസിനസ് വളർച്ചയുടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ആ ഒരു ഭയങ്കരമായ ഹാങ് ഓവറിൽ പെടാതെ യേശുവിൻ്റെ മുമ്പിൽ വന്നങ്ങ് വീണു. ഇതാണ് നമുക്കുള്ള ഗുണപാഠം. കാരണം അത് അവൻ അധ്വാനിച്ചിട്ട് കിട്ടിയതല്ല, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, പത്രോസ് അധ്വാനിച്ചിട്ട് കിട്ടിയതല്ല, ഇത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ കിട്ടിയതാണ്. ഞാൻ വീണ്ടും പറയുന്നു, അധ്വാനത്താൽ വന്നതല്ല, പകരം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വന്നതാണ്. ചിലരോട് ഞാനിത് ദൂത് പറയുന്നു, ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ വലുത് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ വരുന്നു. സദൃശവാക്യങ്ങൾ 10:22 പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ ഒന്നും കൂട്ടുന്നില്ല. അല്ലെങ്കിൽ കർത്താവ് അതിനോടൊപ്പം കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല. രണ്ട് രീതിയിൽ ആ വചനത്തിൻ്റെ അർത്ഥം ശരിയാണ്. ഓൾറൈറ്റ്, എന്നെ വിട്ടു പോകണമേ കർത്താവേ, അവൻ നിലവിളിക്കുകയാണ്. ഇത് സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. 9-ാമത്തെ വചനത്തിൽ, ഫോർ ഹീ ആൻഡ് ഓൾ ഹു ആർ വിത്ത് ഹിം were astonished at the catch of fish which they had taken. കിട്ടിയ ഇത്രയും ഭയങ്കരമായ ഈ മീൻപിടുത്തത്തിൽ എല്ലാവരും അതിശയിച്ചു പോയി. അതിഭീകരം മീൻസ് അതിഭീകരം. ആ കടൽ തീരം ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായൊരു അനുഗ്രഹമാണ് അന്ന് അവിടെ കണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? God was revealing his nature through Jesus to us. അദൃശ്യനായ ദൈവം ദൃശ്യനായ, കാണാൻ കഴിയാവുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന യേശുവിലൂടെ ഒരു തൻ്റെ സ്വഭാവം ഇതാണ്, തൻ്റെ ഹൃദയം ഇതാണെന്ന് വെളിപ്പെടുത്തിയതാണ്. വേണമെങ്കിൽ അത്യാവശ്യം ആ പത്രോസും പാർട്ട്നേഴ്സിനും ഓരോ പങ്ക് കൊണ്ടുപോകാവുന്ന, ഒരു കിറ്റിൽ കൊണ്ടുപോകാവുന്ന കുറച്ച് മീൻ കൊടുത്താൽ മതിയായിരുന്നു. കാരണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് ഇവന്മാർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഒരു പക്ഷേ എന്നെ വിട്ടു പോകും. അതുകൊണ്ട് പിശുക്കി അല്പം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ, അങ്ങ് വീട്ടുകാര്യങ്ങൾ നടന്നു പോകാനുള്ളത് കൊടുത്താൽ മതി എന്നല്ല യേശു തീരുമാനിച്ചത്. കർത്താവ് ഓവർവെൽമിങ് രീതിയിൽ അനുഗ്രഹിച്ചു. പക്ഷേ അതിലൂടെ പത്രോസ് തൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തു. അധ്വാനത്താലല്ല, അനുഗ്രഹത്താൽ. പറഞ്ഞേ,
എല്ലാവരും ടൈപ്പ് ചെയ്ത് എഴുതിയ, അധ്വാനത്താലല്ല അനുഗ്രഹത്താൽ വലിയ ചില നന്മകൾ കയ്യിൽ വരുമ്പോൾ ഒരിക്കലും ആ അനുഗ്രഹത്തിൽ കണ്ണുകൾ ഉടക്കി നിന്ന്, മനസ്സുടക്കി നിന്ന് ആയുസ് നശിപ്പിക്കാതെ തന്നവനിലേക്ക് തിരിഞ്ഞ് അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, അവൻ്റെ സേവയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, ഇനി എൻ്റെ ജീവിതം മുഴുവൻ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനാണ് എന്ന് പറയുന്നൊരു സമർപ്പണം അവിടെ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം, തലേ രാത്രി മുഴുവൻ അവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം പോലെ ഇറക്കും, ഹാർട്ടടിക്കുക, ഇതിലെങ്കിലും 2 മീൻ കിട്ടണേ, ഇതിലെങ്കിലും 10 മീൻ കിട്ടണേ, കടം മാറണം, എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങൾ നടക്കണം, പിള്ളേരെ സ്കൂളിൽ വിടണം, ഫീസ് കൊടുക്കണം, അവർക്ക് ഉച്ചഭക്ഷണം പാക്ക് ചെയ്യണം, എന്തെങ്കിലും കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിച്ച് 1000 പ്രാവശ്യം പല 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 സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങൾ മുഴുവനും ഇവർ പോയതാണ്. എന്നാൽ കർത്താവ് കൃത്യമായി മീൻകൂട്ടത്തെ, എൻ്റെ ഭാവനയാണ്, എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന ഗനേസരെ തടാകത്തിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന മീനുകളോടെല്ലാം ആദ്യം കർത്താവ് കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊന്ന് ഹാജരാകുക. മീൻകൂട്ടങ്ങൾ മുഴുവൻ വന്ന് ഹാജരായി. കൃത്യമായി പത്രോസിനോട് പറയുന്നു, ആ ആഴത്തിലേക്ക് ഇടുക. കൃത്യമായി പത്രോസിൻ്റെ വല ആ മീൻകൂട്ടത്തിൽ വരുന്നു, അതിനെ പിടിക്കുന്നു, പുറത്തെടുക്കുന്നു. ദിസ് ഇസ് ജീസസ്. നന്മകളാൽ നിൻ്റെ ജീവിതത്തെ അലങ്കരിക്കാൻ യേശുവിന് സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ. പത്രോസെ, തലരാത്രി മുഴുവൻ അധ്വാനിച്ച് നടുപൊടിഞ്ഞില്ല, ഞാൻ തരാം. ആയുസ്സിൽ ഇന്ന് വരെ നീ പിടിച്ചിട്ടുള്ളതിനേക്കാൾ വലുത് ഞാൻ തരാം. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് ആ സന്ദേശം പലരോടും പറയുകയാണ്. ഹോ 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 കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം വന്നിറങ്ങുമ്പോൾ അധ്വാനം കുറച്ചു മതി. പറഞ്ഞേ, അനുഗ്രഹം വന്നിറങ്ങുമ്പോൾ അധ്വാനം കുറച്ചു മതി. ഇറ്റ് ബിക്കംസ് ഈസിയർ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ലൈഫ് വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഈസി, ഇറ്റ് ഈസ് ഹാർഡ്. ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ഈസ് ഈസിയർ. ക്രിസ്തുവില്ലാത്ത ജീവിതത്തെക്കാൾ വളരെ എളുപ്പമാണ് ക്രിസ്തുവുള്ള ജീവിതം. ഇതുപോലെയൊക്കെ സംഭവിക്കും. ഓക്കെ, ഇനി 10ാമത്തെ വചനം കൂടി ഒന്ന് നോക്കിയേക്ക്. ആൻഡ് സോ ഓൾസോ വെർ ജെയിംസ് ആൻഡ് ജോൺ ദ സൺസ് ഓഫ് സെബദി who were partners with Simon. And Jesus said to Simon, do not be afraid. From now on, you will catch fish. കർത്താവ് അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു, ശിമോൻ പത്രോസേ, ഓക്കെ, നീ പേടിക്കണ്ട. അവനാകെ പേടിച്ചു വിരണ്ടാണ് വീണിരിക്കുന്നത്. നീ പേടിക്കണ്ട. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇതുവരെ മീനാണ് പിടിച്ചതെങ്കിൽ നിൻ്റെ ബിസിനസ് ഒന്ന് മാറ്റാൻ പോവുക, പ്രൊഫഷൻ ഒന്ന് മാറ്റാൻ പോവുക. ഇതുവരെ ചെയ്തതല്ല ഇനി ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് മാറാൻ പോവുക. ഇതുവരെ മീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി മുതൽ നീ മനുഷ്യരെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതാണ് വാസ്തവത്തിൽ പെന്തക്കോസ്ത് നാളിൽ നടന്നത്. ഏതാനും മിനിറ്റുകൾ പത്രോസ് അവിടെ വായിച്ചാൽ അറിയാം, അറുബോറൻ പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാം. അതെല്ലാം കൂടി പറയാൻ ചില മിനിറ്റുകൾ മതി. പക്ഷെ അതായിരിക്കില്ല, നീണ്ട് പ്രസംഗിച്ച് കാണാം. അതിൻ്റെ ഒരു സാരാംശമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അറുബോറൻ പ്രസംഗമാണ്. ഉദാഹരണങ്ങളോ അതിനിടയ്ക്ക് പാട്ട് മിക്സ് ചെയ്യാതെ, അതിനിടയിൽ സ്വന്തം അനുഭവങ്ങളൊന്നും പറയാതെ, ശക്തമായ ഭാഷയിൽ വചനം, അതും എല്ലാവരുടെയും ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ നമ്മളിവിടെ കുത്തുപ്രസംഗം അല്ലെങ്കിൽ വെട്ടുപ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ പറയും. ആരെയും വെട്ടി പറയുന്ന പോലെ, ചിലരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയൊക്കെ പത്രോസ് സംസാരിച്ചു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ജനക്കൂട്ടം മുഴുവൻ വന്നു. 3000 പേർ ആദ്യ ദിവസം തന്നെ സ്നാനമേറ്റു, കർത്താവിനോട് ചേർന്നു, സഭയോട് ചേർന്നു. അതിൻ്റെ ഒരു നിഴലായിരുന്നു അന്ന് ആ ഗനേസരെ തടാകത്തിൻ്റെ തീരത്ത് വെച്ച് കർത്താവ് ചെയ്ത് കാണിച്ചു. പത്രോസേ, നീ എൻ്റെ പിന്നാലെ വന്നാൽ ഇന്ന് നീ മീനെ പിടിച്ചെങ്കിൽ നീ ആളെ പിടിക്കുന്നവരാക്കി, മനുഷ്യരെ പിടിക്കുന്നവരാക്കി ഞാൻ നിന്നെ മാറ്റും.
ഇതിലേക്ക് ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ, ജോലിയിൽ, അല്ലെങ്കിൽ പ്രൊഫഷനിൽ, എൻ്റെ കരിയറിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ, പലതിലും ഒരു വലിയ ജയം കർത്താവ് തരുമായിരിക്കും. പക്ഷെ അവിടെ നിർത്തിക്കളയാതെ അതിനപ്പുറത്ത് യേശുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന, യഥാർത്ഥ ദൈവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന, നയിക്കുന്ന ഒരു ലക്ഷ്യം കൂടെ അതിനുശേഷം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ജീവിതം പാഴായിപ്പോകും. പത്രോസിനത് സാധിച്ചു, നമുക്കത് സാധിക്കണം. എന്നാൽ കർത്താവിലേക്ക് വരുമ്പോഴാണ് അധ്വാനത്തിൽ നിന്നും നമുക്കൊരു വലിയ റെസ്റ്റുള്ളത്. കൂടാതെ പ്രയത്നിക്കുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹത്താലുള്ള നന്മകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ മോർണിംഗ് ഗ്ലോറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. മറ്റുള്ള അനേകർക്ക് കൊടുക്കുക. ഇതിൻ്റെ നോട്ട്സ് കുറിച്ചെടുത്ത് അനേകരെ പഠിപ്പിക്കുക. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യമാകട്ടെ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. തോളെല്ലിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നത് പോലെ കഴുത്തിന് പ്രയാസമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, തിരുനാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അമേൻ, അമേൻ. എല്ലാവർക്കും നന്ദി. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.